ഹലോ മക്കളെ, എല്ലാവർക്കും എക്സാം വിന്നർ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജോബിൻ. അപ്പോൾ മുത്തുമണികളെ, നമ്മുടെ 9ാം ക്ലാസ്സിലെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് കഥാപാത്ര നിരൂപണം എന്ന ചോദ്യം വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഒരു പാഠഭാഗമാണ് ദയ. അപ്പം ദയ എന്ന് പറയുന്ന MT വാസുദേവൻ നായരുടെ സിനിമയിൽ നിന്നും തിരക്കഥയിൽ നിന്നും നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ദയയുടെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക എന്ന ചോദ്യം. നമുക്കറിയാം, MT വാസുദേവൻ നായർ തിരക്കഥ എഴുതിയ മനോഹരമായ സിനിമയാണ് ഏത്? ദയ. ഒരു സ്ത്രീയുടെ സഹനശക്തി, ഒരു സ്ത്രീയുടെ അറിവ്, ബുദ്ധി, ആയോധന കലയിലെ കഴിവ് എല്ലാം തന്നെ പ്രകടമാക്കുന്ന ഒരു മനോഹരമായ അർത്ഥപൂർണമായ തിരക്കഥയാണ്, സിനിമയാണ്, 9ാം ക്ലാസ്സിലെ പാഠപുസ്തകമാണ് ദയ എന്ന് പറയുന്ന കഥ. അപ്പം മലയാളം സെക്കൻഡ് പഠിക്കുന്ന 9ാം ക്ലാസ്സിലെ മുത്തുമണികൾക്ക് ക്രിസ്മസ് പരീക്ഷയിൽ ദയ എന്നൊരു കഥാപാത്രത്തിൻ്റെ ചോദ്യം വന്നാൽ, അല്ലെങ്കിൽ കഥാപാത്ര നിരൂപണം വരാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം, കുറച്ച് നല്ല ശക്തിയുള്ള കഥാപാത്രമാണ് ദയ. അപ്പോൾ ഈ ചോദ്യം നമുക്ക് എഴുതണ്ടേ? അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ദയ എന്ന കഥാപാത്രത്തിൻ്റെ കഥാപാത്ര നിരൂപണം പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ദയ എന്ന കഥാപാത്രത്തിൻ്റെ കഥാപാത്ര നിരൂപണം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളില്ലേ, അതെന്താണ് നമുക്ക് പെട്ടെന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ കഥാപാത്ര നിരൂപണം. ദയ അങ്ങേയറ്റം ബുദ്ധിയും ലക്ഷ്യത്തെക്കുറിച്ചുള്ള ധാരണയുമുള്ള പെൺകുട്ടിയാണ് ദയ. അപ്പം അങ്ങേയറ്റം ബുദ്ധിയും ലക്ഷ്യത്തെക്കുറിച്ചുള്ള ധാരണയുമുള്ള കഥാപാത്രമാണ് ആര് മക്കളെ? നമ്മുടെ ദയ. ലക്ഷ്യസ്ഥാനത്തേക്കുള്ള തൻ്റെ കഴിവ്, തൻ്റെ അറിവ് എല്ലാം തന്നെ പ്രയോഗമാക്കാനുള്ള അത്രയേറെ ശക്തിയുള്ള കഥാപാത്രമായി ആര് മാറുന്നുണ്ട്? നമ്മുടെ ദയ മാറുന്നുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ നിന്നും തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് തൻ്റെ ബുദ്ധിശക്തിയിൽ, തൻ്റെ അറിവിൽ അങ്ങേയറ്റം ആത്മവിശ്വാസമുള്ള കഴിവുള്ള കഥാപാത്രമായി ആര് മാറുന്നുണ്ട് മക്കളെ? ദയ മാറുന്നു. നമുക്കറിയാം, നമ്മുടെ മുതലാളിയുടെ മരണത്തിന് ശേഷം മുതലാളിയുടെ മകൻ എന്താണ്, ആ ധൂർത്തനായി, മൻസൂർ ധൂർത്തനായി ജീവിച്ചപ്പോഴേ അദ്ദേഹത്തിൻ്റെ കൂടെ ചേർന്നുകൊണ്ട് തന്നെ വിറ്റോളൂ, തന്നെ അടിമച്ചന്തയിൽ വിറ്റോളൂ, ആ കിട്ടുന്ന പണം കൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടോളൂ എന്ന് പറയുന്ന ഹൃദയ വിശാലതയുള്ള, മനസ്സിൽ നന്മയുള്ള, കരുണയുള്ള, ദയയുള്ള കഥാപാത്രമാണ് ആര്? ദയ. തുടർന്ന് ദയ തൻ്റെ മുതലാളിയെ രക്ഷിക്കുവാൻ വേണ്ടി എവിടെ എത്തുന്നു? ഒരു മന്ത്രിയാകാൻ വേണ്ടി എത്തുന്നു. ആണിൻ്റെ വേഷം ധരിച്ച് തന്നെ പീഡിപ്പിക്കാൻ, തന്നെ തട്ടിക്കൊണ്ടുപോകാൻ സാധ്യതയുള്ളത് താൻ പെണ്ണായത് കൊണ്ടാണെന്ന് തിരിച്ചറിഞ്ഞ ദയ ആണിൻ്റെ വേഷം കെട്ടുന്നു. ദയയുടെ എന്താണ് സാമർത്ഥ്യം കാണാൻ സാധിക്കും. അപ്പോൾ സാമർത്ഥ്യമുള്ള, കഴിവുള്ള, നന്മയുള്ള, ഹൃദയവിശാലതയുള്ള, കരുണയുള്ള കഥാപാത്രമായി ദയ മാറുന്നു. അങ്ങനെ ദയ ആണിൻ്റെ വേഷമൊക്കെ കെട്ടി, തലപ്പാവൊക്കെ കെട്ടി, മീശയും താടിയൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് ഒരു രാജ്യത്ത് മന്ത്രിയാകാനുള്ള ആ ഒരു ഇതിനു വേണ്ടി തയ്യാറാവുകയാണ്. അങ്ങനെ പരീക്ഷണങ്ങളൊക്കെ വിജയിക്കുന്നുണ്ട് ദയ, അല്ലേ? മന്ത്രിയാകാൻ വേണ്ടി എന്തൊക്കെ പരീക്ഷണങ്ങളാണ് ദയ വിജയിക്കുന്നേ? ആദ്യം തന്നെ ലക്ഷ്യസ്ഥാനത്ത് അമ്പുകൾ കൊള്ളിക്കുന്നു. പിന്നെയോ ആരുടെ മുന്നിലും ഇണങ്ങാത്ത കുതിരയെ ഇണക്കി കുതിര സവാരി നടത്തുന്നു. ആയോധന കലകളിൽ തന്നേക്കാൾ പോകുന്ന പുരുഷനെ വാൾപ്പയറ്റിൽ തോൽപ്പിക്കുന്നു. രാജാവിനെ ചതുരംഗത്തിൽ, ചെസ് കളിൽ തോൽപ്പിക്കാമായിരുന്നിട്ടും രാജാവിനെ തോൽപ്പിക്കാതെ ദയ പറയുകയാണ്, രാജാവേ, അങ്ങൊരു യുദ്ധത്തിൽ പരാജയപ്പെട്ടാൽ അങ്ങത് ക്ഷമിക്കും, പക്ഷേ ഒരു ചതുരംഗത്തിൽ പരാജയപ്പെട്ടാൽ അങ്ങേക്ക് ആ വേദന മനസ്സിൽ നിന്ന് പോകില്ല. അതുകൊണ്ട് തന്നെ ചതുരംഗത്തിൽ രാജാവിനൊപ്പം സമാസമം എത്തുകയും ചെയ്യുന്ന ദയ. ഇത്തരത്തിൽ ദയ എന്ന കഥാപാത്രത്തിന് ബുദ്ധി സാമർഥ്യവും കഴിവും ആയോധന കലകളിലുള്ള അഗണ്യമായ കഴിവും ഒക്കെയുള്ള കഥാപാത്രമായി ദയ മാറുന്നുണ്ട്. താൻ മത്സരിക്കുന്നത് ആരോടാണ് എന്നും എന്തിനു വേണ്ടിയാണ് എന്നും ദയക്ക് വളരെ കൃത്യമായി അറിയാം. ആരോട് ഏത് തരത്തിൽ പെരുമാറണമെന്നും നന്നായി അറിയാവുന്ന ആളാണ് ദയ. അപ്പം ആരോടൊക്കെ എങ്ങനെയൊക്കെ പെരുമാറണമെന്ന് ദയക്കറിയാം. ആ തൻ്റെ യജമാനൻ്റെ മകനായ മൻസൂറിനെ ദയ ചേർത്ത് പിടിക്കുന്നുണ്ട്, അവരിഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ തന്നെ തട്ടിക്കൊണ്ടുപോയ അലീഷായ്ക്ക് മന്ത്രിയായിട്ട് പ്രതികാരം ചെയ്യുന്നുണ്ട് ദയ. പിന്നെയോ രാജാവിനെ തോൽപ്പിക്കാമായിരുന്നിട്ടും രാജാവിനെ തോൽപ്പിക്കാതെ അദ്ദേഹത്തിനോട് സമാസമമായി നിൽക്കുന്നു. അത്തരത്തിൽ ആൾക്കാരോട് പെരുമാറാൻ അറിയുന്ന ഒരു സഹജീവികളോട് സ്നേഹവും കടപ്പാടും ഒക്കെയുള്ള കഥാപാത്രമായി ദയ മാറുന്നുണ്ട്. ഒരു യുദ്ധത്തിൽ തോൽക്കുന്നത് രാജാവിൻ്റെ മനസ്സിനെ തന്നെ സാരമായി ബാധിക്കണമെന്നില്ല. എന്നാൽ കളിയിൽ തോൽക്കുക, അതും ബുദ്ധി കൊണ്ടുള്ള കളിയിൽ അടിയറവ് പറയുക എന്നത് രാജാവിൻ്റെ ഹൃദയത്തിൽ ഒരു കൈപ്പേറിയ ഓർമ്മയാണ് ജനിപ്പിക്കുക, അല്ലേ? രാജാവിനോട് ദയ പറയുകയാണ്, അങ്ങ് ഒരു യുദ്ധത്തിൽ പരാജയപ്പെട്ടാൽ അങ്ങത് ക്ഷമിക്കും, പക്ഷേ കളിയിൽ പരാജയപ്പെട്ടാൽ, ചതുരംഗത്തിൽ തോറ്റാൽ അങ്ങ് ക്ഷമിക്കില്ല, അതുകൊണ്ട് ഞാൻ അങ്ങേ തോൽപ്പിക്കില്ല ദയ പറയുന്നു. ദയയുടെ ഹൃദയവിശാലത ഈ വരികളിൽ കാണാൻ സാധിക്കും. എഴുതണോട്ട് ഈ പോയിന്റൊക്കെ ചോദിച്ചാൽ എഴുതണം. ഈ രാജാവിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചതും സമാസമായി
ശാന്തമായതൊക്കെ അതൊക്കെ ദയയുടെ വലിയ ക്വാളിറ്റിയാണ്. ആ കൈപ്പേറിയ ഓർമ്മയിൽ രാജാവിനോടൊപ്പം കളിക്കുന്ന തന്നോട് കൂടി ദേഷ്യമാകും. അതുകൊണ്ടാണ് രാജാവിനെ തോൽപ്പിക്കാൻ അനുവദിക്കാതെയും സ്വയം തോൽക്കാതെയും ദയ സമാസമം എന്ന നിലയിൽ കരുക്കൾ നീക്കിയത്. ഇവിടെ പ്രകടമാകുന്നത് ദയയുടെ ബുദ്ധി സാമർഥ്യമാണ് ഈ കഥയിലൂടെയെല്ലാം കാണാനാവുക. അപ്പം ബുദ്ധി സാമർഥ്യമുള്ള കഥാപാത്രമാണ് ദയ. ഒരാളെ മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ബുദ്ധി കൊണ്ടും കീഴ്പ്പെടുത്താനുള്ള കലാവൈഭവം ദയക്കുണ്ട്. എന്താണ് മക്കളെ ചോദ്യം? എന്താണ് ഉത്തരമെന്ന് പറയുന്നത്? ഒരാളെ മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ബുദ്ധി കൊണ്ടും കീഴ്പ്പെടുത്താനുള്ള കലാവൈഭവം ദയക്കുണ്ട്. മനസ്സുകൊണ്ട് മനുഷ്യരെ സ്നേഹിച്ച് വീഴ്ത്താൻ ദയക്ക് പറ്റും. രാജാവ് അങ്ങനെ വീണത്, മൻസൂർ അങ്ങനെ വീണത് രാജാവിൻ്റെ മകള് ദയയോട് ഇഷ്ടം തോന്നില്ലേ? പിന്നെ ഒരാളെ ശക്തി കൊണ്ട് ആയോധന കലകളിൽ ഭ്രാന്തൻ കുതിരയെ ഇണങ്ങാത്ത കുതിരയെ മരിക്കുന്നില്ല, അതൊക്കെ ദയയുടെ സ്നേഹമാണ്, മനസ്സുകൊണ്ടാണ്. പക്ഷേ ആയോധന കല അമ്പുകൊണ്ട് വാൾപ്പയറ്റിലൊക്കെ ദയ വിജയിക്കുന്നത് അത് ദയയുടെ ബുദ്ധി സാമർഥ്യമാണ്. ആയോധന പ്രവൃത്തി കൊണ്ടുള്ള കഴിവാണ്. ബുദ്ധി കൊണ്ട് എന്താണ്? രാജാവിനൊപ്പം ചതുരംഗം കളിക്കുന്നില്ലേ? ഇപ്പം ദയ എന്താണ്? മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ബുദ്ധി കൊണ്ടും ആൾക്കാരെ പരാജയപ്പെടുത്താൻ, ആൾക്കാരോട് ഇടം പിടിക്കാൻ ആർക്ക് സാധിക്കും? ദയക്ക് സാധിക്കുമെന്നാണ് പറയുന്നത്. താനൊരു സ്ത്രീയായി ചെന്നാൽ തനിക്ക് അവസരങ്ങൾ പലതും നഷ്ടമാകുകയും തൻ്റെ കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള അവസരം ലഭ്യമാകുകയുമില്ല. താനൊരു സ്ത്രീ ആയതുകൊണ്ട് തനിക്കുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുമെന്ന് ആർക്കറിയാം? ദയക്കറിയാം. അതുകൊണ്ട് തന്നെ പുരുഷൻ്റെ വേഷം ധരിച്ച് കടന്നു പോകുന്ന ദയ ആൾക്കാരുടെ മനസ്സിൽ ഒരു ബുദ്ധി സാമർഥ്യത്തിൻ്റെ അല്ലെങ്കിൽ സാഹചര്യങ്ങളെ അതിജീവിക്കേണ്ടതിൻ്റെ കഥാപാത്രമായി ആരുയരുന്നുണ്ട്? മക്കളെ, നമ്മുടെ ദയ ഉയരുന്നുണ്ട്. അതുകൊണ്ടാണ് ദയ വേഷപ്പകർച്ച നടത്തി മത്സരങ്ങളിലും മറ്റും പങ്കെടുത്തത്. അതായത് ആ ഒരു കാലഘട്ടത്തിൽ പെണ്ണായാൽ ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും. ദയ അങ്ങനെ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അതിൽ നിന്നും വിമുക്തി നേടാനാണ് ദയ പുരുഷൻ്റെ വേഷം ധരിച്ചത്. ഒരു കാലഘട്ടത്തെ, ഒരു പ്രത്യേക സംസ്കാരത്തെ കൂടി പ്രതിനിധീകരിക്കുന്ന സിനിമയാണ് ദയ. ഒരു കാലഘട്ടത്തെ കൂടി ഈ സിനിമ അടയാളപ്പെടുത്തുന്നുണ്ട്. ജനങ്ങൾ സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കാത്ത, സ്ത്രീകളെ മാറ്റി നിർത്തിയ, എല്ലാ മേഖലകൾക്കും സ്ത്രീകൾക്ക് ഒരു പ്രാധാന്യം കൊടുക്കാത്ത കാലഘട്ടത്തിൽ ഒരു സ്ത്രീ ശക്തിയുടെ കഥാപാത്രമായി, കരുത്തിൻ്റെ പ്രതീകമായി, ബുദ്ധിയിലും ശക്തിയിലും മനസ്സിലും പ്രവൃത്തിയിലും ഒന്നാമതായി ജയിച്ചു വരുന്നതിൻ്റെ പ്രതീകമായി കഥയിൽ ദയ മാറുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ സ്ത്രീകൾ ആരും പുറത്തിറങ്ങി ആയുധവിദ്യകളൊന്നും പ്രദർശിപ്പിക്കുകയോ തൻ്റെ കഴിവുകൾ തെളിയിക്കാൻ വേദികൾ തിരയുകയോ ചെയ്തിരുന്നില്ല. എന്നാൽ ഒതുങ്ങിക്കൂടുന്ന ഒരു സാധാരണ പെൺകുട്ടി ആയിരുന്നില്ല ദയ. വീട്ടിൽ ഒതുങ്ങിക്കൂടുന്ന, വീട്ടിലെ അടുക്കളയിൽ 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടുന്ന കഥാപാത്രമല്ല, മറിച്ച് തന്നെ അടയാളപ്പെടുത്താൻ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന കഥാപാത്രമായി ആര് മാറുന്നു മക്കളെ? നമ്മുടെ ദയ മാറുന്നുണ്ട്. അതുകൊണ്ടാണ് വെല്ലുവിളികളെ അറിവ് കൊണ്ടും ബുദ്ധി കൊണ്ടും കീഴ്പ്പെടുത്താൻ അവൾ തയ്യാറാകുന്നത്. തൻ്റെ വെല്ലുവിളികളെ അറിവ് കൊണ്ടും ബുദ്ധി കൊണ്ടും കീഴ്പ്പെടുത്താൻ ആർക്ക് സാധിച്ചു? നമ്മുടെ ദയക്ക് സാധിച്ചു. എന്നാൽ ഈ ഒരു കാലഘട്ടത്തിലാണെങ്കിൽ ദയ എന്ന പെൺകുട്ടിക്ക് അത്തരത്തിൽ വേഷം മാറേണ്ട അവസ്ഥ വരുമായിരുന്നില്ല. ഇന്നത്തെ കാലത്തിലാണെങ്കിൽ ദയക്ക് വേഷം മാറേണ്ട അവസ്ഥ വരുമോ? ഇല്ല. ഇന്ന് സ്ത്രീകൾക്ക് സുരക്ഷയുണ്ട്, സ്ത്രീകൾ തുല്യരാണ്. ചില സ്ഥലങ്ങളിൽ അതില്ലെങ്കിൽ പോലും സ്ത്രീയും പുരുഷനും തുല്യരാണ്. പക്ഷേ പണ്ട് അങ്ങനെയല്ല. സ്ത്രീകൾ പുറത്തിറങ്ങാൻ മടിച്ചവരാണ്, സ്ത്രീകളെ വീട്ടിനുള്ളിൽ മാത്രം ഒതുക്കി കഴിഞ്ഞവരാണ്. ആ കാലഘട്ടത്തിലാണ് ദയ ശക്തിയുടെ കഥാപാത്രമായി തൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും തോൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കടന്നു വരുന്നത്. ആർക്കും തങ്ങൾക്കുള്ള കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതിലോ തങ്ങൾക്ക് അനുകൂലമായ അവസരങ്ങൾ വിനിയോഗിക്കുന്നതിലോ ലിംഗപരമായ വേർതിരിവുകളൊന്നും തന്നെ ഇന്നത്തെ സമൂഹം പിന്തുടരുന്നില്ല. ഭരണരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും മറ്റു നിരവധി മേഖലകളിലും ഇന്ന് സ്ത്രീകൾ അവരുടേതായ മികച്ച ഇടപെടൽ കാഴ്ചവെക്കുന്നുണ്ട്. ഇന്ന് സ്ത്രീകൾ പല രീതിയിലും മേഖലകൾ കാഴ്ചവെക്കുന്നുണ്ട്. ഇന്ന് വിദ്യാഭ്യാസ രംഗത്ത്, ശാസ്ത്രരംഗത്ത്, മെഡിക്കൽ രംഗത്ത്, സാഹിത്യ രംഗത്ത്, കലാകായിക വേദികളിൽ എല്ലാം തന്നെ സ്ത്രീകളും പുരുഷനും ഇന്ന് തുല്യരാണ്. പക്ഷേ ഇതില്ലാത്തൊരു കാലഘട്ടം, സ്ത്രീകളെ അടിമകളായി വാണിരുന്ന കാലഘട്ടത്തിലാണ് ദയ തൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും ചെറുത്തു തോൽപ്പിച്ച് എല്ലാ പരീക്ഷണങ്ങളെയും വിജയിച്ചുകൊണ്ട് മുന്നോട്ട് കടന്നു വരുന്നത്. ഇപ്പോൾ മക്കളെ, ദയ എന്ന കഥാപാത്ര നിരൂപണം ഉറപ്പായും നമുക്ക് 9ാം ക്ലാസ്സിലെ മലയാളം സെക്കൻഡ് പരീക്ഷയിൽ ചോദ്യം പ്രതീക്ഷിക്കാം. അപ്പോൾ ദയയുടെ ബുദ്ധിശക്തിയും സാമർഥ്യവും, പിന്നെ പരീക്ഷണങ്ങൾ വിജയിക്കുന്നില്ലേ, ആ 5 അമ്പുകൾ കൃത്യമായി എത്തിക്കുന്നുണ്ട്. വാൾപ്പായിട്ട് തന്നെക്കാൾ വലിയ ശക്തനായ പോരാളെ തോൽപ്പിക്കുന്നുണ്ട്. ചതുരംഗത്തിൽ രാജാവിന് തോൽപ്പിക്കാമായിരുന്നിട്ടും രാജാവിനോട് കാരുണ്യം കാണിച്ച് ദയ സമാസമമാകുന്നു. പിന്നെ ആരോടും ഇണങ്ങാത്ത കുതിരയെ ഇണക്കി ദയ കുതിര സവാരി നടത്തി ആൾക്കാരെയൊക്കെ ഞെട്ടിക്കുന്നു. അങ്ങനെ ഒരു രാജ്യത്തിൻ്റെ മന്ത്രിയായി ഒരു സ്ത്രീ മാറുന്ന സഹനശക്തിയുടെയും പ്രതിഷേധത്തിൻ്റെയും കരുത്തിൻ്റെ പ്രതീകമായി ദയ മാറുകയാണ്. ഈ ഒരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കുമ്പോൾ എൻ്റെ മക്കൾ എഴുതേണ്ട പ്രധാന കാരണം അല്ലേ?
അപ്പം ഈ ഒരു ദയ എന്ന സിനിമ നമ്മൾ കാണുമ്പോൾ, അല്ലെങ്കിൽ തിരക്കഥ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്ന ഒരു ചിത്രമാണ് ദയയുടേത്. അപ്പോൾ ദയ എന്ന കഥാപാത്രം ഉറപ്പായും നമുക്ക് ക്രിസ്മസ് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ചോദ്യമാണ്. അപ്പോൾ ഇത് കൃത്യമായി പഠിച്ച് സെറ്റായി പോവുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഇറ്റ്സ് മീ ജോബിൻ ഫ്രം എക്സാമിനർ. ബൈ.